കേരളം ബൂത്തിലെത്താൻ ഇനി ഒരാഴ്ച മാത്രമേ ബാക്കിയുള്ളൂ. വാഗ്ദാന പെരുമിഴകളുമായി ഇന്ന് UDF-ഉം LDF-ഉം പ്രകടന പത്രികകൾ പുറത്തിറക്കി. ഒന്ന് കൊച്ചിയിലും ഒന്ന് കോഴിക്കോട്ടും. LDF-ഉം UDF-ഉം ഇന്ന് പുറത്തു കൊണ്ടുവന്ന പ്രകടന പത്രികകൾ എന്തൊക്കെയാണുള്ളത്? 60 ദിന പരിപാടികളുമായി LDF-ന്റെ പ്രകടന പത്രിക. ക്ഷേമ പെൻഷൻ 3000 രൂപയാക്കുമെന്നും കേവല ദാരിദ്ര്യ നിർമ്മാർജ്ജനം ചെയ്യുമെന്നുമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. ലൈഫ് മിഷൻ വഴി 5 ലക്ഷം വീടുകൾ കൂടി നിർമ്മിക്കുമെന്നും എയിംസിനേക്കാൾ മികച്ച ആശുപത്രി സ്ഥാപിക്കുമെന്നും പ്രകടന പത്രികയിൽ പറയുന്നു. നമ്മുടെ സംസ്ഥാനത്ത് എല്ലാ സാമൂഹ്യ സുരക്ഷാ പെൻഷനും 3000 രൂപയായി വർദ്ധിപ്പിച്ചു. കിടപ്പ് രോഗികൾക്ക് അവകാശാടിസ്ഥാനത്തിലുള്ള സമ്പൂർണ്ണ പരിചരണ സംവിധാനം നടപ്പാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. വയോജനങ്ങൾക്ക് ആരോഗ്യ പരിപാലനവും സമൂഹാടിസ്ഥാനത്തിലുള്ള പിന്തുണയും ഉറപ്പാക്കും. ആരോഗ്യകരമായ വാർദ്ധക്യം എന്ന ആശയം യാഥാർത്ഥ്യമാക്കും. കോഴിക്കോട്ടായിരുന്നു LDF-ന്റെ പ്രകടന പത്രിക പുറത്തിറക്കിയത്. എന്നാൽ കൊച്ചിയിലാണ് UDF-ന്റെ പ്രകടന പത്രിക പുറത്തു വന്നത്. കോഴിക്കോട്ട് പിണറായി വിജയൻ പ്രകടന പത്രിക പുറത്തിറക്കിയപ്പോൾ കൊച്ചിയിൽ VD സതീശൻ UDF-ന്റെ പ്രകടന പത്രിക പുറത്തു കൊണ്ടുവന്നു. സമസ്ത മേഖലകളെയും സ്പർശിച്ചാണ് UDF-ന്റെ പ്രകടന പത്രിക പോകുന്നത്. രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ച 5 ഇന്ദിരാ ഗ്യാരണ്ടി പ്രഖ്യാപനങ്ങൾക്കൊപ്പമാണ് മറ്റു വാഗ്ദാനങ്ങളും. UDF അധികാരത്തിൽ വന്നാൽ സിൽവർ ലൈൻ പദ്ധതി നടപ്പിലാക്കില്ലെന്നും കിഫ്ബിയും കേരള ബാങ്കും പുനഃപരിശോധിക്കുമെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. സ്ത്രീകൾക്ക് KSRTC ബസ്സിൽ സൗജന്യ യാത്ര, കോളേജിൽ പഠിക്കുന്ന പെൺകുട്ടികൾക്ക് 1000 രൂപ പ്രതിമാസ ധനസഹായം, മൂന്നാമത് യുവാക്കൾക്ക് സംരംഭങ്ങൾ ആരംഭിക്കുന്നതിന് 5 ലക്ഷം രൂപ പലിശരഹിത വായ്പ, അഞ്ചാമത്തത് വയോജനങ്ങൾക്ക് വേണ്ടി അവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വൈവിധ്യമാർന്ന പദ്ധതികൾ നടപ്പാക്കുന്നതിനായിട്ടുള്ള വയോജന വകുപ്പിന്റെ രൂപീകരണം. അതുകൂടാതെയുള്ള ഒരു പ്രധാനപ്പെട്ട ഡിക്ലറേഷൻ, ഇപ്പോൾ 2000 രൂപ കൊടുക്കുന്ന സാമൂഹ്യ സുരക്ഷാ പെൻഷൻ 3000 രൂപയായി വർദ്ധിപ്പിക്കുന്നുള്ളതാണ്. പ്രകടന പത്രികകളെ വിലയിരുത്താൻ ശ്രീജിത്ത് തിരുവനന്തപുരത്ത് നിന്ന് ആദ്യം ശരിയാണ്. ഗുഡ് ഈവനിങ് ശ്രീജിത്ത്, പറയൂ. ഗുഡ് ഈവനിങ്. ഇന്ന് 2 പ്രധാന മുന്നണികളുടെയും പ്രകടന പത്രികകൾ പുറത്തിറക്കിയ ദിവസമായിരുന്നു. നേരത്തെ SKN സൂചിപ്പിച്ച പോലെ UDF-ന്റെ പ്രകടന പത്രിക കൊച്ചിയിലും ഒപ്പം തന്നെ LDF-ന്റെ പ്രകടന പത്രിക കോഴിക്കോട്ടുമാണ് പ്രകാശനം ചെയ്തത്. കൊച്ചിയിൽ UDF-ന്റെ പ്രകടന പത്രിക പുറത്തിറക്കിയത് തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയാണെങ്കിൽ LDF-ന്റെ പ്രകടന പത്രിക കോഴിക്കോട്ട് പ്രകാശനം ചെയ്തത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. LDF-ന്റെ പ്രകടന പത്രികയെ നമ്മൾ ഒന്ന് സംക്ഷിപ്തമാക്കി പറഞ്ഞാൽ 960 നിർദ്ദേശങ്ങൾ 60 പദ്ധതികളായി സംക്ഷിപ്തപ്പെടുത്തിയിരിക്കുന്നു എന്നതാണ് അതിൻ്റെ പ്രത്യേകത. കേവല ദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യും എന്നതാണ് LDF മുന്നോട്ട് വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാഗ്ദാനം. ക്ഷേമ പെൻഷൻ 2000 രൂപയിൽ നിന്ന് 3000 രൂപയായി വർദ്ധിപ്പിക്കുമെന്ന നിർദ്ദേശവും LDF-ന്റെ പ്രകടന പത്രികയിലുണ്ട്. എല്ലാ വിദ്യാർത്ഥികൾക്കും ക്യാമ്പസ് പ്ലേസ്മെന്റ് നൽകും. സ്ത്രീകളിൽ 50% പേർക്ക് ജോലി ഉറപ്പാക്കും. വ്യവസായ രംഗത്ത് 2 ലക്ഷം കോടിയുടെ നിക്ഷേപം നടപ്പിലാക്കും. റബ്ബറിന്റെ താങ്ങുവില 300 രൂപയായും നെല്ലിന്റെ താങ്ങുവില 35 രൂപയായും വർദ്ധിപ്പിക്കുമെന്ന് ഈ പ്രകടന പത്രിക പറയുന്നു. അതിവേഗ റെയിൽപാത പദ്ധതിയുമായി മുന്നോട്ട് പോകും. തിരുവനന്തപുരത്തും കോഴിക്കോടും മെട്രോ റെയിൽ പദ്ധതി നടപ്പിലാക്കും എന്നും പറയുന്നുണ്ട്. കൊച്ചി വാട്ടർ മെട്രോ ആലപ്പുഴ, കൊല്ലം, കൊടുങ്ങല്ലൂർ തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് വ്യാപിപ്പിക്കുമെന്നടക്കമുള്ള പ്രഖ്യാപനങ്ങൾ LDF-ന്റെ പ്രകടന പത്രികയിലുണ്ട്. സ്ത്രീകൾക്ക് ജോലി ചെയ്യുന്ന സ്ത്രീകൾക്ക് ആർത്തവാവധി നൽകുമെന്നുള്ള പ്രഖ്യാപനമാണ് സ്ത്രീപക്ഷ നിലപാടുമായി ബന്ധപ്പെട്ട ഏറ്റവും ശ്രദ്ധേയമായ പ്രഖ്യാപനമായി LDF-ന്റെ പ്രകടന പത്രികയിൽ ഉള്ളത്. എന്തായാലും പ്രകടന പത്രികയുമായി ബന്ധപ്പെട്ട് ശമ്പള പരിഷ്കരണം നടപ്പിലാക്കും, DA കുടിശ്ശിക നൽകും, ഒപ്പം തന്നെ അക്ഷയുടെ പെൻഷൻ നടപ്പിലാക്കും തുടങ്ങിയ കാര്യങ്ങളും LDF പറയുന്നു. UDF-ന്റെ പ്രകടന പത്രികയിലേക്ക് വന്നാൽ ഇന്ദിരാ ഗ്യാരണ്ടി, അതായത് നേരത്തെ രാഹുൽ ഗാന്ധി പുതുയാത്രയുടെ സമാപനവുമായി ബന്ധപ്പെട്ട് പ്രഖ്യാപിച്ച 5 ഗ്യാരണ്ടികളാണ് ഈ UDF-ന്റെ പ്രകടന പത്രികയുടെ കാതലായി നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞത്. UDF അധികാരത്തിൽ വന്നാൽ കിഫ്ബിയും അതോടൊപ്പം തന്നെ കേരള ബാങ്കും പുനഃപരിശോധിക്കുമെന്നും VD സതീശൻ പറഞ്ഞിട്ടുണ്ട്. ഇന്ദിരാ ഗ്യാരണ്ടിക്ക് പുറമെ ഈ മുതിർന്ന പൗരന്മാരുടെ ക്ഷേമത്തിനായി പ്രത്യേക വകുപ്പ്, ചികിത്സാ ചെലവ് കുറയ്ക്കാൻ പ്രത്യേക പദ്ധതി, കേരളത്തിൽ മതസൗഹാർദ്ദം ഊട്ടിയുറപ്പിക്കാൻ മിനിസ്ട്രി ഓഫ് ടോളറൻസ്, വിവിധ സമുദായങ്ങളുടെ വിശ്വാസ സംരക്ഷണവും മറ്റു ഉറപ്പുവരുത്താൻ നടപടികൾ സ്വീകരിക്കും തുടങ്ങിയ വാഗ്ദാനങ്ങളും UDF-ന്റെ പ്രകടന പത്രികയിലുണ്ട്. മത്സ്യത്തൊഴിലാളികൾക്കായി പ്രത്യേക ഭവന പദ്ധതി, അതായത് ലൈഫ് ഭവന പദ്ധതിയാണ്. എല്ലാ പദ്ധതികളെയും സംയോജിപ്പിച്ചാണ് LDF പറയുന്നതെങ്കിൽ വ്യത്യസ്ത മേഖലകൾക്കായി
യുവാക്കൾക്കായിട്ടുള്ള ഭവന പദ്ധതികൾ തുടരും എന്നാണ് ഈ UDF പ്രഖ്യാപിക്കുന്നത്. റാഗിംഗ് തടയുന്നതിന് വേണ്ടി പ്രത്യേക വകുപ്പ്, സർവകലാശാലകളിലെ സ്വനപക്ഷപാതവും മറ്റും തടയാനായി നിയമനിർമ്മാണം അടക്കമുള്ള പ്രഖ്യാപനങ്ങളും ഈ UDFിന്റെ പ്രകടന പത്രികയിലുണ്ട്. UDFും കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് നഗരങ്ങളിൽ മെട്രോ അല്ലെങ്കിൽ ലൈറ്റ് മെട്രോ പദ്ധതി വാഗ്ദാനം ചെയ്യുന്നുണ്ട്. SK ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.